നമസ്കാരം അമ്പിളി ചേച്ചി. നമസ്കാരം. അമ്പിളി ചേച്ചി എന്ന് വിളിക്കണം, അമ്പിളി എന്ന് വിളിക്കണം, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ശരിക്കുള്ള പേര് അമ്പിളി തന്നെയാണോ അതോ വേറെ സിനിമയ്ക്കായിട്ട് മാറ്റിയതാണോ അമ്പിളി? ഇല്ല ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് തന്നെ അമ്പിളി തന്നെ. സിമ്പിളായിട്ടുള്ള ഒരു പേര് തന്നെയാണ് അമ്പിളി. അമ്പിളിയുടെ കൂടെ വേറെ ഏതെങ്കിലും പേരുണ്ടോ? അമ്പിളി അച്ഛൻ്റെ പേരും കൂടെ ഔസേപ്പിച്ചതാണ് അല്ലേ. സ്വന്തം സ്ഥലം എവിടെയാണ്? സ്വന്തം സ്ഥലം തൃശ്ശൂർ ജില്ല കുണ്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ. ഇന്ന് അമ്പിളി പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ഡബ്ബിംഗ് സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് അല്ലേ. ഇന്നത്തെ വിശേഷം എന്താണ്? ഇന്ന് നല്ല വിശേഷം. ഇന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ച നല്ലൊരു കഥാപാത്രം ഞാൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡബ്ബിങ് ഇന്ന് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റൈറ്റർ കൃഷ്ണകുമാറേട്ടൻ, അത് നല്ലൊരു സ്ക്രിപ്റ്റാണ് അത്. അപ്പോൾ അത് കുറച്ചിങ്ങനെ വൈകിയപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഇന്നും കൊണ്ട് കംപ്ലീറ്റ് ആയി. നല്ലൊരു കഥയാണ്. അത് ഇറങ്ങുമ്പോൾ അത് നല്ല മെസ്സേജും എല്ലാം ആളുകൾക്ക് ഇപ്പോൾ അതാണല്ലോ വേണ്ടത്. പുതിയ പുതിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ന്യൂ ജനറേഷനൊക്കെ നല്ലൊരു മെസ്സേജ് കൊടുക്കുക. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. അതാണ് പ്രധാനമായിട്ട് ഷോർട്ട് ഫിലിമിൽ നിന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡബ്ബിംഗ് കഴിഞ്ഞു? ഒന്നത്തെ ഡബ്ബിംഗ് കഴിഞ്ഞോ? എൻ്റെ ഡബ്ബിങ് അമ്പിളിയുടെ ഫുള്ളും ഡബ്ബിംഗ് കഴിഞ്ഞു. വടക്കഞ്ചേരി ഡബ്ബിംഗ് സ്റ്റുഡിയോ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലേ അമ്പിളി? കഴിഞ്ഞു. അപ്പോൾ ഇതിലെ ഡയറക്ടർ ആരായിരുന്നാ പറഞ്ഞത്? ഡയറക്ടർ പേര് സെയ്ദ് മുഹമ്മദ് അല്ലേ. ഈ ഇട്ടാവട്ടം പഞ്ചായത്ത് എന്ന ഷോർട്ട് ഫിലിമിൽ പരിചയപ്പെടുത്തിയത് ആരാ നിങ്ങളെ? അത് ഒരു വലിയ കഥയാണ്. ഞങ്ങൾ തുടക്കകാലം തുടങ്ങി, സിനിമയിൽ വന്ന കാലം തുടങ്ങി അറിയുന്ന ഷെരീഫിക്കയാണ് എന്നെ ഇത്രയും വലിയൊരു കഥാപാത്രത്തിലേക്ക് വിളിച്ചത്. അതിന് ഞാൻ ഒരുപാട് നന്ദിയുണ്ട്. ഇതിന്റെ നിർമ്മാതാവും കൂടെ ഷെരീഫിക്കയാണ്, നമ്മുടെ ഷെരീഫ് കാവശ്ശേരി, സജന മ്യൂസിക്കൽസ് അല്ലേ. അപ്പൊ അതിന് ഞാൻ ഒരുപാട് നന്ദിയുണ്ട്. അല്ലെങ്കിൽ എന്നും ഞാൻ അദ്ദേഹത്തോട് നന്ദി, ഒരു സ്നേഹം കടപ്പാടും എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഫേമസ് സിനിമയിലൊക്കെ താങ്കളെ കാണാൻ കഴിഞ്ഞല്ലോ അല്ലേ. ഈ ചെറിയ വേഷത്തിൽ നിന്നും ഒരു അഭിനേത്രി എന്ന നിലയിൽ വലിയ വലിയ വേഷങ്ങൾ കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നു അമ്പിളി അല്ലേ. പ്രമുഖ താരങ്ങളുടെ സിനിമകളിലൊക്കെ താങ്കളെ മുഖ്യതാര കഥാപാത്രങ്ങളായിട്ട് താങ്കളെ കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഈ സിനിമയിലുള്ള ചുവടുവെപ്പും ഈ സിനിമയിലുള്ള നല്ല നല്ല ക്യാരക്ടറൊക്കെ സെലക്ഷൻ നടത്തുന്നത് എങ്ങനെയാണ്? എല്ലാം വന്നു ചേരുന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അതിനുവേണ്ടി അഭിനയിക്കാൻ ഇഷ്ടമുണ്ട്. നമുക്ക് നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് എടുക്കാൻ എല്ലാം എന്താ പറയുക, ഈശ്വരാനുഗ്രഹം. സിനിമ എന്ന് പറയുന്നത് ലക്കാണല്ലോ. പിന്നെ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. പിന്നെ ഭാഗ്യവും കൂടെ ഉണ്ടെങ്കിൽ. ഈ അടുത്ത കാലത്ത് ഹിറ്റായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാ താങ്കൾ അഭിനയിച്ചിട്ടുള്ള പടങ്ങൾ? ലാസ്റ്റ് മമ്മൂക്കയുടെ പുഴു, മന്ദാകിനി, പുലിമടയൊക്കെ ആയിരുന്നു. നല്ല ക്യാരക്ടർ റോളുകളായിരുന്നു അല്ലേ. ഈ സീരീസിലേക്ക് അത്യാവശ്യം പോകുന്നുണ്ട് അല്ലേ. അത്യാവശ്യം പാടുന്ന ഒരാളും കൂടിയാണല്ലോ അല്ലേ. പാടും. വേദികളിലൊക്കെ പാടാറുണ്ടോ? ഞാൻ മൈക്ക് കിട്ടിയാ വിടാറില്ല. അത്യാവശ്യം എല്ലാം ചെയ്യാറുണ്ട്. ഡബ്ബിംഗ് ചെയ്യാറുണ്ടോ? ഡബ് ചെയ്യാൻ ഇഷ്ടമാണ്. വേറെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടും ഡബ് ചെയ്യും. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 65 വയസ്സുള്ള ഒരു ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്തു. ഒരു 30 വയസ്സ് തുടങ്ങിയുള്ള ഒരു ഏജ് 65 വയസ്സ് വരെ ഡബ് ചെയ്തു അല്ലേ. എന്ത് തോന്നുന്നു? എത്ര വർഷമായി ഈ സിനിമാ ഫീൽഡിൽ വന്നിട്ട്? കൂടിപ്പോയ 13 വർഷം. ഫസ്റ്റ് സിനിമ ഏതായിരുന്നു? ഫസ്റ്റ് സിനിമ കാറ്റ്. ആരായിരുന്നു അതിലെ നായകൻ? മുരളിഗോപി, ആസിഫ് അലി. അതിൽ നിന്ന് തുടങ്ങി ഇന്ന് എത്ര സിനിമകളിൽ കാലുവെച്ചു? 140 മുകളിലേക്കായി സിനിമകളിൽ കാലുവെച്ചു. അപ്പോൾ കേരളം അറിയപ്പെടുന്ന ഒരു അഭിനേത്രി കൂടിയാണ് അമ്പിളി എന്ന് പറയുന്ന തൃശ്ശൂരുകാരി അല്ലേ. അങ്ങനെ ആവട്ടെ, തീർച്ചയായിട്ടും. എന്തായാലും അമ്പിളി ഒരു 10 മിനിറ്റ് ഞങ്ങൾക്കും സമയം തന്നതിൽ അതിയായ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇട്ടാവട്ടം പഞ്ചായത്ത് എന്ന ഷോർട്ട് ഫിലിം അതിഗംഭീരമായ വിജയമാകട്ടെ. അമ്പിളിയുടെ വേഷം ഞാൻ കണ്ടു. അതിഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം കൂടിയാണ് ഇട്ടാവട്ടം പഞ്ചായത്ത്. ഇനി എന്താണ് നെക്സ്റ്റ് പ്രൊജക്റ്റ് മലയാള സിനിമയ്ക്ക്? നെക്സ്റ്റ് ഇപ്പോൾ അനൂപ് ഒരു പടം ഇറങ്ങാനുണ്ട്. ട്രൈബൽസ് ആയിട്ടാണ് ഞാൻ. എനിക്കിഷ്ടമാണ് ആദിവാസി കഥാപാത്രം ചെയ്യാൻ. അപ്പോൾ ഇനി അടുത്ത് ഇറങ്ങാനുള്ള സിനിമ അതാണ്. പിന്നെ ഇപ്പോൾ അമൃത ചാനലിൽ നല്ലൊരു നീള എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് വരുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ പുതിയ ഒരു ജോലി എന്ന് പറയാം. തീർച്ചയായിട്ടും. എന്തായാലും അമ്പിളിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇട്ടാവട്ടം പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും. എന്നോടൊപ്പം രാജേഷ് ആലത്തൂരിനോടൊപ്പം ഒരു 5 മിനിറ്റ് നേരം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞാനും അതിയായ സ്നേഹവും കടപ്പാടും അമ്പിളി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ മലയാള സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ട് ആവട്ടെ അമ്പിളി എന്ന് ഹൃദയത്തോടും ദൈവത്തോടും പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും ഇന്ന നടിയുടെ ലുക്ക് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്പിളിയെ? പറയാറുണ്ട്. ആരെയാണ് പറയാറ് പൊതുവെ? പലരും പറഞ്ഞിട്ടുണ്ട്.
മഞ്ജു വാര്യരാണ്. അയ്യോ, ഹണി റോസിൻ്റെ ലുക്കുണ്ടോ? പലരുടെയും പറഞ്ഞിട്ടുണ്ട്. ആ ഏതാ പഴയ പ്രവീണ, ആ ഓ ഓ ഓ ഓ പ്രവീണ, പിന്നെ പ്രിയങ്ക, ഓ ഓ ഓ ഓ ഓ ഓ പലരും പറഞ്ഞു. പല നടികളുടെയും ആ ഒരു മുഖച്ഛായ വരുന്നുണ്ട് അല്ലേ? ഒരു നടിയുടെ ലുക്ക് തന്നെയാട്ടോ. എന്ത് തന്നെയാണെങ്കിലും അത് എടുത്തങ്ങോട്ട് പറഞ്ഞേ പറ്റൂ. ഏത് വേഷം തന്നാലും അതിഗംഭീരമായിട്ട് നിങ്ങൾ കാഴ്ചവെക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ പല സിനിമകളും നിങ്ങളുടെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്പിളി, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈശ്വരാനുഗ്രഹമാണ്, എല്ലാം ദൈവാനുഗ്രഹമാണ്. താങ്ക് യു സോ മച്ച്. എന്നും ദൈവം നിലനിർത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ബൈ, സി യു. രാജേഷ് ആലത്തൂരിനോടൊപ്പം അമ്പിളി. താങ്ക് യു സോ താങ്ക് യു മച്ച്. സോ മച്ച്.